ആധുനിക ലോകം ഇന്ന് നിലകൊള്ളുന്നത് അദൃശ്യമായ ഡേറ്റാ ശൃംഖലകൾക്ക് മുകളിലാണ്. ബാങ്കിംഗ് മുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വരെ ഡിജിറ്റൽ ലോകത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുമ്പോൾ യുദ്ധത്തിന്റെ സ്വഭാവത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെയും ബഹ്റൈനിലെയും ക്ലാസ് കമ്പ്യൂട്ടിംഗ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ അത് കേവലം കെട്ടിടങ്ങൾ തകർക്കലായിരുന്നില്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ഡിജിറ്റൽ നട്ടെല്ലിനെ തന്നെ തളർത്താനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു. പരമ്പരാഗത യുദ്ധങ്ങളിൽ ശത്രുവിനെ സാമ്പത്തികമായി തകർക്കാൻ എണ്ണ പൈപ്പ് ലൈനുകളെയും വൈദ്യുതി നിലയങ്ങളെയും ശുദ്ധീകരണ ശാലകളെയുമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഡേറ്റയാണ് പുതിയ എണ്ണ. അതിനാൽ തന്നെ ക്ലൗഡ് സ്റ്റോറേജ് കേന്ദ്രങ്ങൾ ആധുനിക കാലത്തെ ഡിജിറ്റൽ ശുദ്ധീകരണ ശാലകളായി മാറിക്കഴിഞ്ഞു. ഒരു വലിയ ഡേറ്റാ സെന്ററിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒരേ സമയം തടസ്സപ്പെടുന്നു. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷം തെളിയിക്കുന്നത് ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ ആധാരശിലയായ ഈ കേന്ദ്രങ്ങൾ ഇനി യുദ്ധത്തിന്റെ മുൻനിര ലക്ഷ്യങ്ങളിലായിരിക്കുമെന്നാണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ വൻ സൈനിക നീക്കത്തിന് പിന്നാലെയാണ് ഡിജിറ്റൽ ആസ്തികൾക്ക് നേരെയുള്ള ആക്രമണം രൂക്ഷമായത്. സൈനിക നടപടിയുടെ ആദ്യ 12 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ 400ഓളം സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇതിന് മറുപടിയായി ഇറാൻ തിരഞ്ഞെടുത്തത് ഗൾഫ് മേഖലയിലെ നിർണായകമായ സാമ്പത്തിക കേന്ദ്രങ്ങളെയാണ്. യുഎയിലെ 2 പ്രധാന ഡേറ്റാ സെന്ററുകൾക്ക് നേരിട്ട് നാശനഷ്ടം ഉണ്ടായപ്പോൾ ബഹ്റൈനിലെ ഡിജിറ്റൽ സൗകര്യത്തിന് ഗുരുതരമായ ഘടനാപരമായ കേടുപാടുകൾ സംഭവിച്ചു. ഇത് ശത്രുപക്ഷത്തിന്റെ സാങ്കേതിക സംവിധാനങ്ങളെ ഡിജിറ്റൽ നട്ടെല്ല് തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. എന്തുകൊണ്ടാണ് ഡ്രോണുകളും മിസൈലുകളും ഡേറ്റാ സെന്ററുകൾക്ക് നേരെ തിരിയുന്നത്? ഉത്തരം ലളിതമാണ്. ഇന്നത്തെ സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡേറ്റയെ ആശ്രയിച്ചാണ്. ശത്രുവിന്റെ നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആവശ്യമാണ്. യുദ്ധ സാഹചര്യങ്ങൾ എഐയുടെ സഹായത്തോടെ അനുകരിക്കാനും കൃത്യമായ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും അതിവേഗ ഡേറ്റ പ്രോസസ്സിംഗ് ആവശ്യമാണ്. US സൈന്യം അടുത്തിടെ നടത്തിയ പല ആക്രമണങ്ങളിലും ന്യൂനത AI ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിനാൽ ഇത്തരം ഡേറ്റാ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിലൂടെ ശത്രുവിന്റെ സൈനിക ആസൂത്രണത്തെ തന്നെ നിശ്ചലമാക്കാൻ സാധിക്കും. ഡേറ്റാ സെന്ററുകൾ കേവലം സൈനിക ലക്ഷ്യങ്ങളല്ല, അവ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ചാലക ശക്തികളാണ്. കോടിക്കണക്കിന് ഡോളർ നിക്ഷേപമുള്ള ഇത്തരം കേന്ദ്രങ്ങൾ തകരുന്നത് നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെയും ബാധിക്കും. യുഎയിലെയും ബഹ്റൈനിലെയും ആക്രമണ വാർത്തകൾ പുറത്തു വന്ന ഉടൻ തന്നെ പ്രമുഖ ടെക്നോളജി കമ്പനികളുടെ ഓഹരികളിൽ 2.7% വരെ ഇടിവുണ്ടായി. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ എണ്ണയിൽ നിന്നും സാങ്കേതിക വിദ്യയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണങ്ങൾ അവരുടെ ദീർഘകാല സാമ്പത്തിക പദ്ധതികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പഴയ കാലത്ത് സൈബർ ആക്രമണങ്ങൾ എന്നാൽ കമ്പ്യൂട്ടറുകളിൽ വൈറസുകൾ കയറ്റി വിവരങ്ങൾ ചോർത്തുക എന്നതായിരുന്നു. എന്നാൽ ഇന്ന് അത് ഹൈബ്രിഡ് യുദ്ധമുറയായി മാറിയിരിക്കുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് ഭൗതികമായ ഡേറ്റാ സെന്ററുകൾ തകർക്കുകയും അതോടൊപ്പം തന്നെ സൈബർ ആക്രമണങ്ങളിലൂടെ ബാക്കി നിൽക്കുന്ന വിവരങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. യുഎയിലെ ചില ഡേറ്റാ സെന്ററുകളിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് അടിയന്തര സേവനങ്ങൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നു. ഇത് പല അന്താരാഷ്ട്ര കമ്പനികളെയും ഓഫ്ലൈൻ ആക്കി. ബാങ്കിംഗ്, ഇ-കൊമേഴ്സ്, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ വലിയ തടസ്സങ്ങൾ ഇതുമൂലം ഉണ്ടായി. ആഗോള സാമ്പത്തിക ഹബ്ബുകളായി വളരാൻ ശ്രമിക്കുന്ന ദുബായ്, അബുദാബി തുടങ്ങിയ നഗരങ്ങൾക്ക് ഈ സംഭവ വികാസങ്ങൾ വലിയൊരു പാഠമാണ് നൽകുന്നത്. ഡേറ്റാ സെന്ററുകൾക്ക് നൽകുന്ന സുരക്ഷ ഇനി സൈനിക ബങ്കറുകൾക്ക് നൽകുന്നതിന് തുല്യമായിരിക്കണം. സ്ഥിരമായ വൈദ്യുതി വിതരണം, അത്യാധുനിക കൂളിംഗ് സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ കവചങ്ങൾ എന്നിവയെല്ലാം ഇത്തരം കേന്ദ്രങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറേണ്ടതുണ്ട്. ലോകം ഇന്നൊരു പുതിയ യുദ്ധയുഗത്തിന്റെ പടിവാതിക്കലാണ്. ഭാവിയിൽ യുദ്ധങ്ങൾ അതിർത്തികളിൽ സൈന്യങ്ങൾ തമ്മിലല്ല, മറിച്ച് ഡേറ്റയുടെ നിയന്ത്രണത്തിനായി സെർവർ റൂമുകളിലായിരിക്കും നടക്കുക. ഒരു നഗരം തകർക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു രാജ്യത്തെ നിശ്ചലമാക്കാൻ അതിന്റെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുന്നതിലൂടെ സാധിക്കും. പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സംഭവവികാസം ലോകത്തിന് മുന്നിൽ നൽകുന്ന മുന്നറിയിപ്പും വ്യക്തമാണ്. സൈനിക ശക്തി എന്നാൽ ഇനി ആയുധങ്ങളുടെ എണ്ണമല്ല, മറിച്ച് ഡിജിറ്റൽ ആസ്തികളെ സംരക്ഷിക്കാനുള്ള കരുത്താണ്. ഡിജിറ്റൽ സുരക്ഷ ഇനി ഒരു സാങ്കേതിക വിഷയം മാത്രമല്ല, അത് ദേശീയ സുരക്ഷയുടെയും ആഗോള സമാധാനത്തിന്റെയും അടിസ്ഥാന ശിലയായി മാറിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ സൈനിക തന്ത്രപരമായ സഖ്യങ്ങൾ മേഖലയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. പ്രധാനമായും 3 തലങ്ങളിലാണ് ഈ സഖ്യങ്ങൾ രൂപപ്പെടുന്നത്. ഇന്ത്യ, ഇസ്രയേൽ, UAE, അമേരിക്ക എന്നിവർ ഉൾപ്പെടുന്ന ഈ സഖ്യം പശ്ചിമേഷ്യൻ ക്വാഡ് എന്നാണ് അറിയപ്പെടുന്നത്. സാമ്പത്തിക സഹകരണത്തിനപ്പുറം സാങ്കേതികവിദ്യ കൈമാറ്റത്തിലും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷയിലും ഈ രാജ്യങ്ങൾ ഒത്തുചേരുന്നു. ഇസ്രയേലും UAEയും ബഹ്റൈനും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലായതോടെ ഇറാൻ ഭീഷണിക്കെതിരെ ഒരു മിഡിൽ ഈസ്റ്റ് എയർ ഡിഫൻസ് അലയൻസ് രൂപീകരിക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേലിന്റെ റഡാർ സംവിധാനങ്ങളും ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷിയും ഏകോപിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മറുഭാഗത്ത് ഇറാൻ, റഷ്യ, ചൈന എന്നിവരുമായുള്ള സൈനിക സഹകരണം ശക്തമാക്കുകയാണ്. ഒമാൻ ഉൾക്കടലിലും അറബിക്കടലിലും ഇവർ നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസങ്ങൾ പാശ്ചാത്യ സഖ്യത്തിന് വെല്ലുവിളിയാണ്.
കൂടാതെ മേഖലയിലെ സായുധ ഗ്രൂപ്പുകളെ കോർത്തിണക്കി റെസിസ്റ്റൻസ് ആക്സിസ് എന്ന ഡിജിറ്റൽ സൈനിക ശൃംഖലയും ഇറാൻ നിലനിർത്തുന്നു. ഈ പുതിയ സഖ്യങ്ങൾ പശ്ചിമേഷ്യയെ രണ്ട് വ്യക്തമായ ചേരികളായി തിരിക്കുകയും യുദ്ധം വെറും ആയുധങ്ങളുടേത് മാത്രമല്ല ഡിജിറ്റൽ മേധാവിത്വത്തിൻ്റെത് കൂടിയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു.